താങ്ക് യു സർ. ഞാൻ സാറിന്റെ കൺഗ്രാറ്റ്സ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇത് നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്തോ തിരക്കിലാണ്. പിന്നെ എനിക്കറിയാലോ അവിടുത്തെ തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തു സർ. തിരുവനന്തപുരത്താണ് കേട്ടോ പോസ്റ്റിംഗ്. ഇവിടെ പബ്ലിക് ഓഫീസ് കോമ്പൗണ്ടിൽ കോർപ്പറേഷന്റെ തൊട്ടടുത്ത ഓഫീസാണ്. ഇപ്പൊ വർക്കിംഗ് ആണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 ദിവസമായി. അപ്പം ടീച്ചിങ് ആണ് പാഷൻ. ടീച്ചിങ് പാഷൻ ആയത് കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ HSST ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം സാറിൻ്റെ അടുത്ത് കോച്ചിങ്ങിന് ഞാൻ വരും. താങ്ക് യു. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് എന്താണ് നമ്മളോട് കണ്ടുപഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ പഠനം കഴിഞ്ഞ ശേഷം ജോലിയിലേക്ക് എത്തുന്ന ആ ഒരു ജേണി എന്ന് പറയുന്നത് അത് 1 ഡേ അല്ല എന്നുള്ളതാണ്. അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് പോരേണ്ടതാണ് എന്നുള്ളതാണ്. മീൻസ് നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ അവിടെ വന്നതുകൊണ്ടാണ് സബ്ജക്റ്റിൽ ഇത്രയും കാര്യം എനിക്ക് പഠിക്കാൻ പറ്റിയത്. ഈ എസ്സേൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേണ്ടി ഞാൻ ഒരു കോച്ചിങ്ങും എടുത്തിട്ടില്ല. സാറിൻ്റെ മെറ്റീരിയൽ മാത്രം പഠിച്ചത്. കോച്ചിങ് ഇല്ലാതെ PSC പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ ആണല്ലോ. പക്ഷെ എനിക്ക് ഓൾറെഡി ഒരു അടിപൊളി കോച്ചിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് ലിവിങ് എക്സാമ്പിൾസ് കൊണ്ടുവരുമ്പോൾ ഞാനവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് എൻ്റെ വിഷൻ, എവിടെയാണ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹായ്, വീണ്ടും ഒരു അച്ചീവ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ്. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അജയുടെ കാര്യമായിരുന്നു ഞാനവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ സെയിം പൊസിഷനിലേക്ക് വന്നിരിക്കുന്ന വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് ഷർഫിയ. താങ്ക് യു. ഒരുപാട് സന്തോഷമായി. കാരണം സാറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഒരു കൺഗ്രാറ്റ്സ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പം ഞാൻ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അഡ്വൈസ് വന്ന സമയത്താണെന്ന് തോന്നുന്നു ഞാൻ മെസ്സേജ് ചെയ്തത്. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് വന്നു, ജോയിൻ ചെയ്തിപ്പോൾ ഒരു വീക്കായി. അപ്പം ഇവിടെ തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സാറിനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് സംസാരിക്കണം, പറയണം എന്നൊക്കെ. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഈ മെസ്സേജ് വന്നത്. ഒരുപാട് സന്തോഷമായി. ശരിക്കും സാർ അതിനൊരു ഡൗട്ടും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നെറ്റ് എക്സാം മീൻസ് നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ അവിടെ വന്നതുകൊണ്ടാണ് സബ്ജക്റ്റിൽ ഇത്രയും കാര്യം എനിക്ക് പഠിക്കാൻ പറ്റിയത്. ഈ എസ്സേൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേണ്ടി ഞാൻ ഒരു കോച്ചിങ്ങും എടുത്തിട്ടില്ല. സാറിൻ്റെ മെറ്റീരിയൽ മാത്രം പഠിച്ചത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ PSC കിട്ടിയ സമയത്ത് കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ കള്ളത്തരം പറയും. കാരണം കോച്ചിങ് ഇല്ലാതെ PSC പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ ആണല്ലോ. പക്ഷെ എനിക്ക് ഓൾറെഡി ഒരു അടിപൊളി കോച്ചിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ എയിം എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അത് ഒന്നുകിൽ HSST അല്ലെങ്കിൽ കോളേജിയറ്റിന് ഒരു ചാൻസും ഇല്ലയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് HSST എനിക്ക് എന്തായാലും വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അത് ഫോളോ ചെയ്യാൻ ഒരു വീക്കും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് സെറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഞാനും വർഷയും ഒരു ഏകദേശം ഒരു മന്ത് കൊണ്ട് അവളും അപ്പോയിൻമെൻറ്റ് ആവും. അവൾക്ക് ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അപ്പം ഞങ്ങൾ ലീവ് എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ വരും, സാറിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ വരും എന്ന് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചതാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു. ഓക്കെ, ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു 6 മാസത്തെയോ 1 ഇയറിൻ്റെയോ കാര്യങ്ങളല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ജോബ് അല്ലെങ്കിൽ കരിയർ സെറ്റാകുന്ന ആ ഒരു ഫോമുണ്ട്. അതിലേക്കുള്ളൊരു വളരെ ഇൻഡെപ്തായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും മെൻറ്റർഷിപ്പുമാണ് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഷർഫിയയുടെ കേസിൽ എടുത്ത് നോക്കുക, 2018 ഷർഫിയ UGC നെറ്റ് ഡിസംബറിൽ ക്വാളിഫൈഡ് ആകുന്നത് എന്നുള്ളതാണ്. ഇപ്പം അച്ചീവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി അജയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കേരള PSCയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൽ പെർമനൻ്റ് ആയിട്ട് ആൾക്ക് അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും അത്യാവശ്യം നല്ല സ്കെയിലിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നോക്കി അതിൻ്റെ സ്കെയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ആളിപ്പം ഈ ഒരു ഈ ഒരു വർഷത്തിൻ്റെ ആദ്യം മുതൽ എൻ്റെ അടുത്ത് വീണ്ടും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം ഇമ്മീഡിയറ്റ്ലി HSSTയുടെ എക്കണോമിക്സിൽ അതിന് വേണ്ടി. അപ്പോൾ ആളുടെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറയുന്നുണ്ട്. എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു ജോബ് ഞാനത് ജോയിൻ ചെയ്യുന്നു, എന്നാലും എനിക്ക് ടീച്ചിങ്ങിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. അപ്പോൾ HSSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജേർണി നിങ്ങൾ എടുത്ത് നോക്കുക. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, നെറ്റ് ക്വാളിഫൈഡ് ആവുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എപ്പോഴും സബ്ജക്റ്റിൻ്റെ ക്ലാസ്സിൽ എടുക്കുന്നത് വളരെ ഇൻഡെപ്ത് ആയിട്ടാണ്. അപ്പോൾ അതുവഴി ആ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് സബ്ജക്റ്റിൽ എന്നുള്ളതാണ്.
ആ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഷറഫി അത് പറയുന്നുണ്ട്. കേരള PSCയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റിലേക്ക് വന്നതിൻ്റെ മേജർ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സിന് ആ കിട്ടിയ ക്ലാസ്സാണ് ഇവിടെ. അതിപ്പോൾ നെറ്റ് പെർസ്പെക്റ്റീവിലും കാര്യങ്ങളായിരുന്നു നമ്മളവിടെ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ സബ്ജക്റ്റ് വളരെ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നതുകൊണ്ട് വേറൊരു കോച്ചിങ്ങിൻ്റെ ആവശ്യകതയില്ല. വളരെ നന്നായിട്ടത് ആ ഓഡിയോയിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കോച്ചിങ് ഒക്കെ വേണ്ടേ, അപ്പോൾ എവിടെയാണ് കോച്ചിങ് എടുത്തതെന്ന് സുഹൃത്തുക്കളൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എക്കണോമിക്സ് വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും പഠിച്ചിട്ടുള്ളൂ എൻ്റെ അടുത്തുന്ന രീതിയിലേക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കേട്ട് നോക്കാവുന്നതാണ് എന്നുള്ളതാണ്. മീൻസ് നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ അവിടെ വന്നതുകൊണ്ടാണ് സബ്ജക്റ്റിൽ ഇത്രയും കാര്യം എനിക്ക് പഠിക്കാൻ പറ്റിയത്. ഈ എസ്സേൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേണ്ടി ഞാൻ ഒരു കോച്ചിങ്ങും എടുത്തിട്ടില്ല. സാറിൻ്റെ മെറ്റീരിയൽ മാത്രമേ പഠിച്ചത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ PSC കിട്ടിയ സമയത്ത് കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇവരൊക്കെ കള്ളത്തരം പറയും. കാരണം കോച്ചിങ് ഇല്ലാതെ PSC പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ ആണല്ലോ. പക്ഷെ എനിക്ക് ഓൾറെഡി ഒരു അടിപൊളി കോച്ചിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ആ ഒരു ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് എന്താണ് നമ്മളോട് കണ്ടു പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ലൈഫിൽ പഠനം കഴിഞ്ഞതിന് ശേഷം ജോലിയിലേക്ക് എത്തുന്ന ആ ഒരു ജേണി എന്ന് പറയുന്നത് അത് വൺ ഡേ അല്ല എന്നുള്ളതാണ്. അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് പോരേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പം അറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെയുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നു, വീണ്ടും ഒരാളായിട്ട് വരുന്നു. അപ്പം ഒന്നോ രണ്ടോ പേരൊന്നും അല്ല, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലൂക്ക് ആക്സിഡൻറ്റിൽ സംഭവിക്കുന്നതാണ് നമുക്കവിടെ പറയാം. പക്ഷേ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർഗാനിക്കാണ്. ഒരു അഡ്വർടൈസ്മെൻറ്റ് ഗിമിക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓർഗാനിക്കായിട്ടുണ്ടാകുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണെന്നുള്ളതാണ് അവിടെ ആവശ്യം. അപ്പോൾ 2018 നെറ്റ് ക്വാളിഫൈഡ് ആയതിനു ശേഷം 2025 പെർമനൻ്റ് ആയിട്ട് കേരള PSCയിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എത്രത്തോളം പറയുന്നത് അഭിമാനകരമായ അച്ചീവ്മെൻ്റ് ആണെന്നുള്ള രീതിയിലേക്ക്. എന്ന് മാത്രമല്ല, ആളിപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും, അവിടുന്ന് അത്യാവശ്യം ഒരു ലീവോ കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സിറ്റുവേഷൻ എടുത്തതിന് ശേഷം വീണ്ടും വന്ന് ഫുള്ളായിട്ട് പഠിക്കണം എന്ന രീതിയിലേക്കുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് HST എക്സാമിന് വേണ്ടി. കാരണം ടീച്ചിങ് ആണ് ആളുടെ പാഷൻ എന്നുള്ളത്. അപ്പം നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് നമുക്കവിടെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് ഇപ്പോൾ 2018 ഈ പറഞ്ഞ രീതിയിലേക്ക് 2025 നമ്മൾ ഡിസ്റ്റൻസ് വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ അറിയാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പം എൻ്റെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ഇങ്ങനത്തെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ അന്നവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് വന്ന ഒരു സ്റ്റുഡൻറ്റ് പോലും ഇത്രയും വലിയൊരു രീതിയിലേക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റിലേക്ക് നമുക്കത് ക്രിയേറ്റ് ചെയ്യാണ്ട് നമുക്കവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഞാൻ പറയില്ല ആപ്പിൾ ബി എവിടെയാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്, നമ്മുടെ വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അത്രയും ഇൻറ്റൻസീവായിട്ട് ഫോക്കസ് ചെയ്യുന്നതും ആ ഒരു ഔട്ട്കം നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മളവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളവിടെ എഫേർട്ട് എടുത്തുകൊണ്ടും ഇരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോരോ വാക്കുകളും കേൾക്കുക, അതിലൊരു സന്തോഷം, ആൻഡ് ദെൻ എങ്ങനെയാണ് പഠിച്ചു വന്ന മെത്തേഡ്, ഇനി അതുപോലെ തന്നെ എങ്ങനെയാണ് അടുത്തയിലേക്ക് ഞാനവിടെ മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത്, ടീച്ചിങ് ആണ് പാസ്റ്റ് ആയതുകൊണ്ട് HST എത്ര സീരിയസ് ആയിട്ട് കാണുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കവിടെ കേൾക്കാവുന്നതാണ്. അപ്പോൾ എനിവേ ഷറഫിയ, ഒരുപാട് സന്തോഷം. ആൻഡ് ദെൻ നിങ്ങൾക്കവിടെ ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോയിൻമെൻറ്റ് ഏകദേശം ഇതൊരു റാങ്ക് ലിസ്റ്റ് വരുന്നത് എനിക്ക് ആൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോയിൻമെൻറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്സപ്പിലാണെങ്കിൽ വീണ്ടും എനിക്കതിൻ്റെ അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്നുള്ളത്. അപ്പോഴും എനിക്കത് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തിരക്കായിപ്പോയി. പിന്നീട് വീണ്ടും ഞാനൊരു ദിവസം ഫ്രീ ആയതിനു ശേഷമാണ് ഞാൻ അങ്ങോട്ട് കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ച്വലി. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്രത്തോളം പറഞ്ഞിരിക്കുന്നത് ഒരു ഹാർഡ് വർക്ക് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് എത്തുന്നു എന്നുള്ളതാണ്. ഷറഫി ആണെങ്കിൽ വളരെ ഒരു റോൾ മോഡലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപഠിക്കുക എന്നതാണ്. ഞാൻ കുട്ടികളോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, സക്സസ് എന്ന് പറയുന്നത് ഫ്ലൂക്ക് ആണുള്ള പോസിബിലിറ്റീസ് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് വരുള്ളൂ. മജോറിറ്റി ആൾക്കാർക്കും അത് ടൈം എടുത്ത് സ്ട്രഗിൾ ചെയ്ത് വരുന്നൊരു ഫോമാണ് എന്നുള്ളതാണ്. ഐ മീൻ സ്ട്രഗിളിങ് എന്ന് ഞാൻ അവിടെ പറയുന്ന ആ ഒരു ജേണിയാണ് ബേസിക്കലി. ഇന്നത്തെ ആൾക്കാർക്ക് അത് എന്തൊക്കെയോ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന, ലീവ് ചെയ്യാനുള്ളൊരു റീസൺ ആയിട്ട് എടുക്കുന്ന ആൾക്കാർ ഞാൻ പറയുന്നത് യു സ്റ്റേ ദെയർ. ആക്ച്വലി കൺസിസ്റ്റൻസിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം എത്രയോ പേരെയാണ് ഞാനിങ്ങനെ ഈ രീതിയിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യു കാൻ ഡു ഇറ്റ്. അപ്പോൾ ഷറഫിയ, ഒരുപാട് സന്തോഷം, കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ഒരു മിഷൻ്റെ ഒരു ഹാഫ് വേ നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്കറിയാം HST ആണ് നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പം അതിലേക്കുള്ള ക്ലാസ്സുകൾ ഓൾറെഡി എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾ ഇവിടെ ഓഫീസിൽ വന്ന് കോഴ്സ് എടുത്ത് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദെൻ ഓഫ്ലൈനിലേക്ക് വരും ഇമ്മീഡിയറ്റ്ലി. എൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും
ആ രീതിയിലേക്കുള്ള അത്ര ഇൻറ്റൻസീവായിട്ടാണ് ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിലിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ രീതിയിലേക്ക് ഒരു ആശംസ നൽകുകയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് ലിവിങ് എക്സാമ്പിൾസ് കൊണ്ടുവരുമ്പോൾ ഞാനവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് എൻ്റെ വിഷൻ, എവിടെയാണ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു തരത്തിൽപ്പെട്ട മാർക്കറ്റിംഗ് ഗിമിക്സും വേണ്ട ആപ്പിൾ വിയിലേക്ക് സ്റ്റുഡൻസ് എത്താനായിട്ട് നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ടൈം എടുത്തിട്ടാണെങ്കിലും അത് ഉറപ്പായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം ഇതേപോലുള്ള റിസൾട്ടുകളും കാര്യങ്ങളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേർഡ്സ് കേൾക്കുക, ആൻഡ് ദെൻ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുക, ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ കാണുക. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഇൻസ്പിറേഷൻ ഇല്ല, നിങ്ങൾക്കും ഇത് ചെയ്യണം എന്നുള്ളൊരു കാര്യം, അതാണ് അവിടെ വേണ്ടത് എന്നുള്ളതാണ്. തീരുമാനിച്ച് നടക്കുന്ന ഏത് കാര്യമാണെങ്കിലും നടക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ച് കൊണ്ടേയിരിക്കുക. ഒന്നാമത്തെ പ്രാവശ്യമൊക്കെ തോറ്റേക്കാം, ഒരു മടിയില്ലാതെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊന്നും പോകില്ല. ഇപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാറ്റർ ഓഫ് ടൈമാണ്. ദിസ് ഇസ് പ്രോസസ് വേഴ്സസ് റിസൾട്ടാണ്. ട്രസ്റ്റ് പ്രോസസ് ആൻഡ് കീപ് മൂവിങ് എന്ന് തന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരും. അപ്പോൾ എനിവേ ഇനിയും വീണ്ടും ഇതേപോലുള്ള ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും അതുപോലെ തന്നെ ആൾക്കാരെ പരിചയപ്പെടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ബൈ ബൈ.